ഏറ്റവും വലിയ വനവിഭവം എന്ന് പറയുന്ന ആനകളാണ്, കോന്നി ആനക്കൂട്. ആ. പണ്ട് നമ്മൾ വാരിക്കുഴി ഉണ്ടാക്കി ആനയെ പിടിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആനപരിശീലന ആ കേന്ദ്രം. അങ്ങനെ വരുന്ന ആനകളെ, പാവപ്പെട്ട ആനകളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പീഡിപ്പിക്കുന്ന സ്ഥലമായിരുന്നു അത്. ആനക്കൂടെന്ന് പറയുമ്പോൾ അതിൻ്റെ ആനകളുടെ കരച്ചിലുണ്ടല്ലോ, പീഡിപ്പിക്കുമ്പോൾ അതിൻ്റെ വേദന കൊണ്ടുള്ളത് നിലവിൽ ആ മലയാകം മുഴങ്ങും. അത്ര ഭയങ്കരമായിട്ടുള്ള അത്ര പരിശീലന കേന്ദ്രമാണ്. ഒരുപാട് അമ്പലങ്ങളിൽ തിടമ്പേറ്റുന്നത് അവിടുന്ന് പരിശീലിപ്പിക്കപ്പെട്ട ആനകളാണ്. കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ കൊടിയ പീഡനങ്ങൾ കോടതികൾ പോലും ഒരിക്കൽ നിരീക്ഷിക്കുകയുണ്ടായി. കാട്ടിൽ കൂടി പോകുന്ന പോലായിരുന്നു പണ്ട് സഞ്ചരിച്ചിരുന്നത്. ഇപ്പോൾ മനോഹരമായ റോഡുകളും ഒക്കെ ആയിട്ട് അതിൻ്റെ മുഖച്ഛായ ആകപ്പാടെ കൂടെ മാറിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഇരുന്ന MLA-മാരിലെ ഏറ്റവും പന്തളം PR മാധവൻപിള്ള എന്ന് പറഞ്ഞു. ഒരു കാലത്ത് CPIയുടെ സംസ്ഥാന നേതാവായിരുന്ന PR മാധവൻപിള്ള. അദ്ദേഹം തന്നെ പന്തളം മന്നം ഷുഗർ മില്ലിൻ്റെ ചെയർമാനുമായിട്ടിരുന്ന ആളാണ്. വലിയൊരു നിയമസഭയിൽ നല്ല ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ശക്തനായ ഒരു വാഗ്മിയായിരുന്ന വ്യക്തിയാണ് പന്തളം PR മാധവൻപിള്ള എന്ന് പറയുന്നത്. അങ്ങനെ ശക്തരായിട്ടുള്ള പല ആൾക്കാരുണ്ട്. നമ്മുടെ കോന്നിയിൽ തന്നെയാണ് അടൂർ മത്സരിക്കാത്ത അടൂർ പ്രകാശ് കോന്നിയിലാണ് പലവട്ടം മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ജിനേഷ് കുമാറാണ് ഇപ്പോൾ MLA ആയിട്ടുള്ളത്. അദ്ദേഹം എനിക്ക് തോന്നുന്നു 3 വട്ടം അല്ലേ, മൂന്നാമത്തെ 2 വട്ടം, ഒരു ബൈ ഇലക്ഷൻ ഒരു മെയിൻ ഇലക്ഷൻ, അങ്ങനെ 2 ഇലക്ഷനുകളിലായിട്ട് ആ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവ MLA ആണ് അദ്ദേഹം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.